ബനിയൻ വേസ്റ്റ് ഈ ഒരു മെഷീനിൽ വെച്ച് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് കോട്ടൺ വേസ്റ്റ് ആയിട്ട് മാറും. പുതുതായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു കിടിലൻ അവസരമാണിത്. പക്ഷേ ഇതിൽ പ്രത്യേകതയുണ്ട്. ഡോർ ഓപ്പൺ ആയ മെഷീൻ നിൽക്കും. സേഫ്റ്റി പർപ്പസ് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ക്ലോസ് ചെയ്താലേ ഓൺ ആവുള്ളൂ. ഇത്ര ഈസിയാണ് ഈ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ ഉണ്ടാക്കിയ കോട്ടൺ വേസ്റ്റ് ആണ്. ഇത് സെമി ഓട്ടോമേറ്റഡിൽ നിന്ന് കോട്ടൺ വേസ്റ്റ്. വീട്ടിലുള്ള കണ്ണാടി, അതുപോലെ കാറ്, അങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് ഉപയോഗിക്കാം. കാരണം ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ കോട്ടൺ വേസ്റ്റ് ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതിനകത്താണ് വന്ന് വീഴുന്നത്. ഇതാ ചെറിയൊരു ഡസ്റ്റ് കണ്ടോ, നിങ്ങൾ പറക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കോട്ടൺ വേസ്റ്റിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അത് നമ്മളൊരു ആക്സ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും കോട്ടൺ വേസ്റ്റ് നമ്മളിപ്പോൾ ഈ ഒരു മെഷീനറി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്താണ്. ഒരു തരത്തിലുള്ള ഡസ്റ്റും ഇല്ല. അതെല്ലാം കൃത്യമായിട്ട് പഞ്ഞി പോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ള് ബനിയൻ ക്ലോത്ത് ആണ്. ഈ ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ച് ഇതുപോലുള്ള കിടിലൻ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് കൈകൊണ്ട് ഉണ്ടാക്കാം, അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് കോയമ്പത്തൂരുള്ള വെള്ളലൂർ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. നല്ല രസമുള്ള വീഡിയോ ആണ്. സാധാരണ നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ കാണുന്ന ബനിയൻ്റെ കട്ടിംഗ് വേസ്റ്റിനെ നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രം നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കും. അപ്പോൾ അത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ആദ്യത്തെ ലെയർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ വലിച്ചെടുക്കാൻ പറ്റും. സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇതിനെ നേരെ ഇനി മെഷീനറിയിലേക്കാണ് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ മാത്രം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറ്റിയിട്ടാണ് ഇതിൻ്റെ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കൂടെ ടെക്സ് വേൾഡിൻ്റെ ഓണർ ബാലകൃഷ്ണൻ സാർ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ. നമുക്ക് ബനിയൻ ക്ലാത്തിലിരുന്ന് യാൺ വേസ്റ്റ് എടുക്കേണ്ട മെഷീനാണ്. ആദ്യം വന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യേണ്ട ആൾക്കാർ വന്ന് ഇങ്ങനെ എടുത്ത് ഊരിയെടുക്കില്ലേ, ഊരിയെടുക്കുമ്പോൾ ആ ഡസ്റ്റ് നമുക്ക് ശ്വാസം ഉള്ളിൽ പോകും, പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രത്യേകം ഒരു മെഷീൻ വന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്. ഇത് വന്ന് മാനുവൽ ടൈപ്പാണ്. ഈ മാനുവൽ ടൈപ്പിൽ വന്നിട്ട് ഫാബ്രിക്കിൽ വന്നിട്ട് ഫസ്റ്റ് ലെയർ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ മെഷീനിൽ കൊടുത്താൽ മതി. ഇത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഫസ്റ്റ് നമുക്ക് യാൺ വേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വന്നിട്ട് 10 to 15 കിലോ വരയ്ക്ക് ആദ്യം എടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് ഇതിലുള്ള മോട്ടർ വന്നിട്ട് 1/4 HP ആണ്, സിംഗിൾ ഫേസ്. നമുക്ക് വീട്ടിൽ കറണ്ട് എല്ലാം ചെയ്യാം. ഇതിൽ വന്ന് ഡസ്റ്റ് വന്നില്ല. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഹാൻഡ് മെയ്ഡ് എങ്ങനെ ഉണ്ടോ അതിന് സെയിം ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീനറി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോട്ടൺ വേസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ വേസ്റ്റ് ആണ്. ഒരു തരത്തിലുള്ള ഡസ്റ്റ് ഉണ്ടാകുന്നില്ല. കാരണം അതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട്, ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു മെഷീനറി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി ക്ലോസ്ഡ് ചേമ്പർ ആണ്. അപ്പോൾ അതിനകത്ത് ഡസ്റ്റ് ഒരു തരത്തിലും പുറത്ത് വരുന്നില്ല. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഷീനറി ഉപയോഗിച്ചിട്ട് നമ്മൾ കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ താഴത്തെ ഒരു പെഡലുണ്ട്. ആ പെഡലിൽ നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കോട്ടൺ വേസ്റ്റ് ഉണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിനകത്ത് വന്ന് വീണിട്ടുണ്ടാവും. ഇതല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കോട്ടൺ വേസ്റ്റ് ആണ്. ഇത്രയധികം കോട്ടൺ വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കോട്ടൺ വേസ്റ്റ് ആണ്. ഇത് പെയിൻറ്റേഴ്സും അതുപോലെ വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ പഴയ ഓയിലും കാര്യങ്ങളൊക്കെ തുടയ്ക്കാനായിട്ടാണ് ഈ ഒരു കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ തന്നെ ഈ ഒരു ബനിയൻ വേസ്റ്റിൻ്റെ റോ മെറ്റീരിയൽ കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ടത് എല്ലാം യൂണീക്ക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. യാൺ വേസ്റ്റ് ഉണ്ടാകുന്ന സാധനം വന്നിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് യൂണിഫോം ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ റോ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് റിട്ടേൺ ബൈബാക്ക് ചെയ്യും. ബൈബാക്ക് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫാബ്രിക്കും കൊടുക്കാം. പിന്നെ ചെയ്ത് കളിച്ചാൽ പിന്നെ അവർക്ക് വന്ന് നമുക്ക് ബൈബാക്ക് എടുക്കാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോട്ടൺ വേസ്റ്റിനകത്ത് പല പല കളർ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്കിതിനെ സെപ്പറേറ്റ് വൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഒരു റോ മെറ്റീരിയലിന് ചാർജ് കുറച്ച് കൂടുതലാണ്. കാരണം അത് നമ്മൾ നോർമലായിട്ട് വീട്ടിലുള്ള കണ്ണാടി, അതുപോലെ കാറ്, അങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് ഉപയോഗിക്കാം. കാരണം ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പുതുതായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഇവർ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, മെഷീനറി ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഇവർ തന്നെ ബൈബാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ക്ലാസ് ഒക്കെ കൊടുക്കും. മെഷീൻ ഞങ്ങൾ കൊടുത്ത കസ്റ്റമർക്ക് അവിടെ സ്ഥലത്തിൽ വന്നിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. യെസ് എങ്ങനെ ചെയ്യാം, മെഷീനിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ ഫസ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, മെഷീൻ എങ്ങനെ കൊടുക്കുക, എല്ലാം കൂടിയിട്ട് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീട്ടമ്മമാർ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിളായിട്ടും തുടങ്ങാം, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള ഒരുപാട് ചേച്ചിമാരെയൊക്കെ ക്ലബ്ബായിട്ട് ഒരു ചെറിയ സംരംഭം പോലെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇവർ അവിടെ വന്ന് നമുക്കതിന് വേണ്ടിയുള്ള ട്രെയിനിങ് എല്ലാം തരും.
എല്ലാവർക്കും ഇനി അറിയേണ്ട ഒരു കാര്യമാണ് ഈ മെഷീനറിന്റെ വില എത്രയാണെന്നുള്ളത്. അപ്പോൾ സാർ എவ்வளோ இதுக்கு റേറ്റ്? சார் ഇതിൻ്റെ വില വന്നിട്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള അതായത് കാമ്പഡേറ്റർ ചെയ്യുന്ന റേറ്റോടെ നമുക്ക് കുറവാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഡീലർ എടുത്ത് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡീലർഷിപ്പുള്ള റേറ്റും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെഷീനറിൻ്റെ ആർക്കെങ്കിലും ഡീലർഷിപ്പ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല വീട്ടിലൊരു ചെറിയ രീതിയിലുള്ള സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മെഷീനറി വേണമെന്നുണ്ടെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് മെഷീനറി ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസ് ഞങ്ങൾ ചെയ്തു തരും. അത് സ്പെയർസിൻ്റെ 1 ഇയർ വാറണ്ടി ഉണ്ട്, മോട്ടറും ഉണ്ട്, പിന്നെ ഫാനുണ്ട്, ഇത് പിന്നെ സ്പെയർസും ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് 1 ഇയർ ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. സർവീസ് ഞങ്ങൾ ലൈഫ് ലോങ് സർവീസ് കൊടുക്കുന്നുണ്ട്. ലൈഫ് ലോങ് സർവീസും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ച് കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണിത്. ഇപ്പോൾ ഇതിനുடைய സ്പെഷ്യൽ என்னன்னு கேட்டிங்கன்னா ப்ரொடக்ஷன் ஜாஸ்தி எடுக்கலாம். அது ப்ரொடக்ஷன் வந்து ஜாஸ்தி எடுக்கலாம். ஒரு நாளைக்கு வந்துட்டு നമുക്ക് 20 to 25 കിലോ വരെ അടിക്കാം. ഓക്കെ, ഇതൊരു 1/2 HP മോട്ടോർ ഉപയോഗിച്ച് ബിൽഡ് ചെയ്തെടുത്ത മെഷീനാണ്. സിംഗിൾ ഫേസ് തന്നെയാണ്, പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഇത് ചുമ്മാ ഡോർ ഓപ്പൺ ആയ മെഷീൻ നിൽക്കും. സേഫ്റ്റി പർപ്പസ് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ക്ലോസ് ചെയ്താലേ ഓൺ ആവുള്ളൂ. ഇതിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി ബനിയൻ ക്ലോത്ത്. അത് കോട്ടൺ വേസ്റ്റ് ആയിട്ട് മാറും. വളരെ സ്പീഡിൽ തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ എടുക്കാം. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ ഉണ്ടാക്കിയ കോട്ടൺ വേസ്റ്റ് ആണ്. ഇത് സെമി ഓട്ടോമേറ്റഡിൽ നിന്ന് കോട്ടൺ വേസ്റ്റും. ഇതിൽ കണ്ടിൽ നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. ഇതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി അഥവാ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കണക്കാക്കില്ല. പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കില്ല. പുതുതായി നല്ലൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ലൊരു അവസരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അത് ഇതുപോലുള്ള ബനിയൻ വേസ്റ്റിന് ഇതുപോലുള്ള കോട്ടൺ വേസ്റ്റ്, അതും ഡസ്റ്റ് ഇല്ലാതെ പ്യുവറായിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ മെഷീൻ്റെ വർക്കിംഗ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.